ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയാകാൻ ഡോക്ടർ അനിൽ മേനോൻ രാത്രി 8:17 ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 8 മാസം ദൈർഘ്യമുള്ള യാത്രയിൽ റഷ്യക്കാരായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിഖിന എന്നിവരും അനിലിനൊപ്പമുണ്ടാകും. ഒരു മലയാളി ബഹിരാകാശത്തെത്തുന്ന അഭിമാന നിമിഷത്തിന് ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോന്റെയും യുക്രൈൻകാരി എലിസബത്ത് സമോയിലിംഗയുടെയും മകനായ അനിൽ മേനോൻ ഏറ്റെടുത്ത ദൌത്യങ്ങളെല്ലാം വിജയിപ്പിച്ചാണ് ബഹിരാകാശത്തേക്ക് ചിറകുവിടർത്തുന്നത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. ഖസാക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്ന് സോയൂസ് 2.1 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. രാത്രി 11:56 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കും. എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടറും US ബഹിരാകാശ സേനയിൽ കേണൽ പദവിയിലുള്ള ഉദ്യോഗസ്ഥനുമാണ് അനിൽ. പങ്കാളി അന്ന മേനോനും ബഹിരാകാശ സഞ്ചാരിയാണ്. 8 മാസത്തെ ദൌത്യകാലയളവിൽ ബഹിരാകാശത്തുള്ളവരുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, മൈക്രോഗ്രാവിറ്റിയിലെ രക്തയോട്ടം, നാഡീവ്യൂഹങ്ങളുടെ ഘടന, രക്തത്തിലെ ഘടകങ്ങളിലുണ്ടാകുന്ന മാറ്റം, ബഹിരാകാശ നിലയത്തിലെ കുടിവെള്ളം ഉപയോഗിച്ച് IV ഫ്ലൂയിഡ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ തുടങ്ങി വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാവുന്ന പരീക്ഷണങ്ങളാകും അനിൽ മേനോൻ നടത്തുക. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.